കഴിഞ്ഞ ഡിസംബർ 25 ഇതേപോലൊരു ക്രിസ്മസ് ദിനത്തിലായിരുന്നു 45 വർഷത്തെ ലാലേട്ടൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് ഒരു സിനിമ അദ്ദേഹം സംവിധാനം ചെയ്ത സിനിമ ബാറോസ് അല്ലേ. ആ സിനിമയുടെ ഓർമ്മ പുതുക്കലായിരുന്നു ഈ ക്രിസ്മസിനും നമ്മൾ ഏറ്റുവാങ്ങിയത് അല്ലേ. വേൾഡ് വൈഡ് റിലീസായിട്ടുള്ള വൃഷഭ എന്ന് പറയുന്ന പാൻ ഇന്ത്യൻ സ്പൂഫ്. കാട്ടപരാധം എന്ന് പറഞ്ഞാൽ പോരാ, അത് നമ്മളെ അതിനകത്ത് ഇരുത്തി അങ്ങോട്ട് അപരാധിച്ച് കളഞ്ഞു എന്ന് തന്നെ വേണം പറയാൻ. അപ്പോൾ ഈ ഒരു സിനിമ കണ്ടിട്ട് ഓൾറെഡി നമ്മൾ ഇതിൻ്റെ റിവ്യൂ പറഞ്ഞതാണ്. അപ്പം നമ്മുടെ റിവ്യൂ പറഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ താഴെ വന്നിട്ട് കമൻ്റ് ഇട്ട ചില കമൻറ്റോളികളുണ്ടല്ലോ, അവർക്കാണ് ഇന്നെൻ്റെ ഈ ഒരു വീഡിയോ, അതായത് റിവ്യൂ റിയാക്ഷൻ വീഡിയോ ആണ്. പലരും റിവ്യൂ ചെയ്തിട്ടുള്ളതിൻ്റെ ഒരു റിയാക്ഷൻ വീഡിയോ. ഞാൻ ഈ സിനിമ വന്നപ്പോഴത്തേക്ക് ഞാൻ ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കിയത്, അല്ലെങ്കിൽ മലയാളത്തിൽ സിനിമയുടെ റിവ്യൂകൾ കാണുന്ന ആൾക്കാർ ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്നത് കോക്കെന്ന് പറയുന്ന ആൾ വൃഷഭ എന്ന സിനിമയുടെ റിവ്യൂ എന്തായിരിക്കും പറയാൻ പോകുന്നതാണ്. സിനിമ ഇറങ്ങി 24 മണിക്കൂർ കഴിഞ്ഞിട്ടും കോക്കിന് ഇതുവരെ ബോധം വീണിട്ടില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. കാരണം അതുകൊണ്ട് ഈ നിമിഷം വരെ കോക്ക് ഇതിൻ്റെ റിവ്യൂ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. എന്നാൽ പല ആളുകളും ഈ സിനിമയെ കുറിച്ചിട്ടുള്ള റിവ്യൂ ചെയ്തിട്ടുണ്ട്. നമുക്ക് ആദ്യം സായി, അതായത് സീക്രട്ട് ഏജന്റിന്റെ റിവ്യൂ എന്താണെന്ന് കേട്ടിട്ട് നമുക്ക് ഉണ്ണി വ്ളോഗ്സിന്റെയും അതുപോലെ സാധാരണക്കാരായിട്ടുള്ള ഓഡിയൻസും ഈ സിനിമയെക്കുറിച്ച് എന്താണ് പറയുന്നതെന്ന് കേട്ടിട്ട് എൻ്റെ കമന്റ് ബോക്സിൽ വന്ന് തെറി വിളിച്ചവന്മാരൊക്കെ ഇതിനും കൂടെ ഒരു കമന്റ് ഒന്ന് ഇട്ടേക്കണേ. ഞാൻ കാത്തിരിക്കും കേട്ടോ. കണ്ടോ, മോഹൻലാലിനെ പറ്റിക്കാൻ ഭയങ്കര സുഖമാണ്. എന്തെങ്കിലും ഇതേപോലത്തെ ഒരു ഹിസ്റ്റോറിക് മൂവിയിൽ കടിച്ചാൽ പൊട്ടാത്ത 4 ഡ്രാമാറ്റിക് ഡയലോഗ് കൊണ്ടുവന്നിട്ട് ഡ്രാമ ഡയലോഗും കൊണ്ടുവന്ന് മൂപ്പരോട് അഭിനയിക്കാൻ പറഞ്ഞാൽ മൂപ്പര് കർണൻ നെപ്പോളി എന്ന് പറഞ്ഞ പോലെ അഭിനയിച്ചിട്ട് പോകും. ഇത്ര കാലമായിട്ട് ലാലേട്ടന് ഇത്രയും വലിയ നടനായിട്ട് ഒരു സ്ക്രിപ്റ്റ് അത് കേട്ട് കഴിയുമ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റ് എന്തായിരിക്കും തിയേറ്ററിൽ നിന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റില്ലെന്നോ, അതോ ഇനി വേറെ വല്ല കമ്മിറ്റ്മെൻറ്റോട് കൂടി ചെയ്തു വെച്ച പടമാണെന്നോ എനിക്ക് അറിയാൻ പാടില്ല. ശോകം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, കാട്ട് ശോകം പടം. അതായത് വായിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിന് സ്ക്രിപ്റ്റ് ഉണ്ടായതോന്നാ ഞാൻ. സ്ക്രിപ്റ്റ് ഉണ്ടല്ലോ ഇതിന്. എന്താ ശിവന്റെ സിനിമ, ശിവന്റെ പടം, ഓം നമ ശിവായ എന്ന് പറഞ്ഞ ഭീഷണിപ്പെടുത്തിണ്ടാവും, ശാപം കിട്ടാൻ നിൽക്കേണ്ട വേണമെങ്കിൽ. അല്ല, സീരിയസ് ആയിട്ട് അങ്ങനെ ഭീഷണിപ്പെടുത്തിയ പോലെ ഉണ്ട്. ഈ ദൈവങ്ങളെ സ്ക്രിപ്റ്റ് വരുമ്പോൾ മാറ്റി കളഞ്ഞു കഴിഞ്ഞാൽ വല്ലതും പറ്റുന്ന വിചാരിച്ചിട്ട് അഭിനയിച്ചാണോ എനിക്ക് അറിയാൻ പാടില്ല. സത്യം, ഓം നമ ശിവായ പറഞ്ഞ് മുമ്പിക്കുന്ന പരിപാടി കുറെ ആയിട്ട് സിനിമയിൽ തുടങ്ങിയിട്ടുണ്ട്. എന്മാതിരി കാട്ടവരാതോട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ കുതിരപ്പുറത്ത് പോകുന്ന സീനൊക്കെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അതെ, ഇതിന്റെ ഗ്രാഫിക്സ് എന്നൊക്കെ പറഞ്ഞു ഇതിലും നല്ലത് നമ്മളെ സയാൻ ചെയ്യും. നമ്മളെ ചക്ക കഴിഞ്ഞ വർഷം ഇതേപോലെ ഒരു ഡിസംബർ മാസം 25-ാം തീയതിയാണ് ലാലേട്ടൻ്റെ ബറോസ് തിയേറ്ററിൽ പോയി കണ്ടത്. ഇന്ന് അതിൻ്റെ ഓർമ്മ പുതുക്കൽ ദിവസമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബറോസൊക്കെ ഭയങ്കര ബെറ്റർ പടമായിരുന്നു എന്നാണ്. ഇത് ഈ തെലുങ്ക് ലോബി നമ്മുടെ ലാലേട്ടനെ അവിടുന്ന് ഫീൽഡ് ഔട്ട് ആക്കാനുള്ള ഒരു പദ്ധതി ഇട്ടതാണെന്ന് പോലും ഞാൻ സംശയിക്കുന്നുണ്ട്. അല്ലെങ്കിൽ പിന്നെ ആ മനുഷ്യനെ ഇങ്ങനെ പറഞ്ഞ് പറ്റിക്കാൻ പറ്റും. ലാലേട്ടനെ ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല. അദ്ദേഹം ഒരുപക്ഷെ വിചാരിച്ചത് നമുക്ക് 2-ാം ഊഴത്തിലെ ഭീമനെയോ ഇതുവരെ അവതരിപ്പിക്കാൻ പറ്റിയില്ല. അപ്പോൾ പുത്രദുഃഖത്താൽ ഉഴലുന്നൊരു രാജാവിൻ്റെ ആ ഒരു ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഒഴുകി വരുന്ന ആ ദുഃഖമൊക്കെ ഉണ്ടല്ലോ, അതും പിന്നെ ഈ സിനിമയിൽ കംപ്ലീറ്റ് മറ്റേ നാടക ഡയലോഗാണ്. ആരെങ്കിലും ഒരാൾ ചേട്ടാ ഇത് പച്ചലയാണോ പഴുത്തലയാണോ എന്ന് ചോദിച്ചാൽ രുദ്രമഹാദേവൻ്റെ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഒരു 25 മിനിറ്റ് കഥാപ്രസംഗം കഴിഞ്ഞിട്ട് ഇത് പച്ചലയാണോ പഴുത്തലയാണോ എന്ന് എനിക്കറിയില്ല എന്ന് പറയുന്നത് പോലെ പറഞ്ഞിട്ട് പോകുന്ന അങ്ങനത്തെ ഒരു ഡയലോഗ് സ്ട്രാറ്റജിയാണ്. അപ്പോൾ ഇതൊക്കെ അയ്യോ വൃഷഭയും പൊട്ടിയെന്ന് പറഞ്ഞാൽ ഭയങ്കര വൃത്തികെട്ട പടമെന്നും പറഞ്ഞുകൊണ്ട് തിയേറ്റർ റെസ്പോൺസ് ഒക്കെ കൊടുക്കുന്ന ആൾക്കാർ. ഈ മോഹൻലാലിന്റെ ഗതികേട് അല്ലേ, ഭയങ്കര ഗതികേട്. ഒരു നല്ല പടം പോലും ആരും കൊടുക്കത്തില്ല. ഒന്നിനും കൊള്ളാതായതുകൊണ്ടായിരിക്കും ചിലപ്പോൾ, വേസ്റ്റ് അല്ലേ. അപ്പോൾ ഇനി എന്ത് ചെയ്യാനാ, ഇതിനെ കൊണ്ട് ഇനി എന്ത് ചെയ്യാൻ പറ്റും? ആകെപ്പാടെ ഉള്ളത് ഈ സ്വന്തം കാശ് മുടക്കി PR നടത്തി എങ്ങനെയോ പിടിച്ചു നിൽക്കുന്ന ഒരു മനുഷ്യനല്ലേ, ബൂസ്റ്റൊക്കെ അടിച്ച് പോസ്റ്റൊക്കെ അതൊക്കെ കാണിച്ചെങ്കിൽ എന്താണ്ടൊക്കെ എന്തോ ഒരു കുഴപ്പമുള്ള പോലെ എവിടെയോ. ഇനി ചിലപ്പോൾ ഈ വർഷം കൊണ്ട് ഫീൽഡ് ഔട്ട് ആവും മോഹൻലാലിന് പടമൊന്നും കിട്ടത്തില്ല, ആരും കൊടുക്കത്ത് പോലും ഇല്ല. ഇപ്പൊ ഈ കിട്ടുന്നത് ചവറ, ഏറ്റവും തീട്ടോ അവസാനത്തെ മനസ്സിലായി. ഇപ്പൊ ചണ്ടി അതാണ് ഇപ്പൊ കിട്ടുന്നത്. വേണ്ടാത്തവരെടുക്കുന്ന ഈ നല്ലൊരു സിനിമ എടുക്കണമെന്ന് ഉദ്ദേശിക്കുന്നവരാരും ഇയാളുടെ ഡേറ്റ് വെച്ചിട്ട് ഒരു കഥ പോലും നോക്കുന്നുണ്ടാകത്തില്ല. മനസ്സിലായി, അത്രയ്ക്കും വെറുപ്പീരായിരിക്കും ഈ സെറ്റിലൊക്കെ ഇവരൊക്കെ. ഇത് വൃഷഭയെന്നല്ല, ഇതിന് ശരിക്കും പറഞ്ഞത് ഇതൊരു ഡ്രാമയാണ്. എനിക്ക് തോന്നുന്നു ഇതൊരു ബാലയെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അത്രത്തോളം മോശപ്പെട്ട ഒരു സിനിമയായിട്ടാണ് ചെയ്തേക്കുന്നത്. കാരണം ലാലേട്ടന് ഇവരോട് ഒരു കോസ്റ്റ്യൂമെങ്കിലും ചോദിക്കാൻ പാടില്ലേ. ഒരു നടനല്ലേ, നമ്മുടെ സൂപ്പർ സ്റ്റാറല്ലേ, നമ്മുടെ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന ഒരു നടനല്ലേ, ഒരു നല്ലൊരു കോസ്റ്റ്യൂമെങ്കിലും ചോദിച്ച് മേടിക്കാൻ പറ്റില്ലേ? അവരെന്തെങ്കിലും പറയുമോ പുള്ളിയെ? അതെന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? ഇത്രയും നല്ലൊരു നടനെ നമ്മുടെ ഒരു പയ്യൻ ഇതിനകത്ത് അഭിനയിക്കുന്ന പയ്യൻ ചെകിട്ടത്തൊക്കെ അടിക്കുകയാണ്. നമ്മുടെ നായകനെ സൂപ്പർ സ്റ്റാറിനെയൊക്കെ ഇവിടെ കിടക്കുന്ന ഒരു വെട്ടാവളയും ചെറുക്കം പിടിച്ചിട്ട് തല്ലുകയാണ്. അവരുടെയൊക്കെ നാട്ടിൽ നടക്കും ഇങ്ങനെയൊക്കെ. എന്തിനാ? ആറാട്ട് സിനിമയില്ലേ, അതിൽ കുറച്ച് ദൈവഭക്തി കൂടെ ആഡ് ചെയ്തു, അത്രേ ഉള്ളൂ. ആറാട്ട് സിനിമ നിങ്ങൾ കണ്ടു, ആറാട്ട് സിനിമ അല്ലത്. അയ്യോ മറ്റേ എത്രയും പെട്ടെന്നേ ആനഡി പെരുമാറ് വിളിച്ചിട്ട് ഈ വൃഷഭ ഇറങ്ങിയ എല്ലാ തിയേറ്ററിൽ നിന്ന് ഈ പടത്തിന്റെ പ്രിന്റ് ഉൾപ്പെടെ നശിപ്പിക്കാൻ പറ. ക്രിസ്മസ് ആയിട്ട് രാവിലെ പടക്കം പെട്ടി. അല്ല വേറെ കോമഡി ഉണ്ട്. എല്ലാവർക്കും അറിയാം ഞാനൊരു ഭയങ്കര മോഹൻലാൽ ഫാനാണ്.
ഈ മോഹൻലാൽ ഫാനായ എനിക്ക് പോലും സഹിക്കാൻ പറ്റില്ല. അപ്പം ഞാൻ ചുറ്റിക്ക് പറഞ്ഞു ഒരു കാര്യം ചെയ്യും, അത് ലാലേട്ടനുള്ള ഇഷ്ടം കൂടെ ചിന്തിക്കാൻ പറഞ്ഞ് നീ കുറച്ച് കിടന്ന് ഉറങ്ങിക്കോ, ഇത് നീ കാണണ്ട. ഞാൻ പറഞ്ഞു ഉറങ്ങി. സത്യം കേട്ടോ, ഇത് ഞാൻ ഇന്നലെ ഒരു പോസ്റ്റ് കണ്ടിരുന്നേ. ഈ പ്രൊഡ്യൂസർമാരുടെ പേര് 7 പേരുടെ പേരൊന്നും എഴുതി കാണിച്ചായിരുന്നില്ല. അപ്പൊ ഞാൻ പോസ്റ്റ് കണ്ടാ, ഞാൻ ഒരു സർക്കാർ സമ്മേളനം കണ്ട 7 പേരുടെ കള്ളപ്പണം വെളുപ്പിക്കാനായിട്ട് അവർക്ക് എന്താ ആവശ്യം ഉണ്ടായിരുന്നു തോന്നുന്നു. സി ജി അല്ലേ ഇത്, അവരെനിക്ക് തോന്നി ലാലേട്ടന്റെ ഡേറ്റ് വെറുതെ 10 ദിവസം കിട്ടിയെന്ന് തോന്നുന്നു. അപ്പൊ അവരെല്ലാം കൂടെ പോയിട്ട് മൊബൈലിൽ ഷൂട്ട് ചെയ്തിട്ട് കൈമാസെല്ലാം കണ്ടിട്ട് എഡിറ്റ് ചെയ്തിട്ടുണ്ട്. കേട്ടല്ലോ അല്ലേ? മോഹൻലാൽ ഫാൻസുകാരന് സഹിക്കാൻ പറ്റാത്തത് പിന്നെ മറ്റുള്ള സിനിമാ പ്രേമികൾക്ക് സഹിക്കുമോ? അത്രത്തോളം ഒരു സ്പൂഫാണ് ഈ ഒരു സിനിമ. അതായത് ലാലേട്ടനെ ഇതിനകത്ത് കൊണ്ടുവന്നിട്ട് വെറും അങ്ങോട്ട് തേച്ചങ്ങോട്ട് കോമാളിയാക്കി എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ കോസ്റ്റ്യൂം, അതുപോലെ ഈ സിനിമയുടെ CG വർക്കൊക്കെ സത്യത്തിൽ മറ്റേ ലാലേട്ടൻ കുതിരയ്ക്കകത്ത് പോയിട്ട് അമ്പയുന്ന ഒരു സംഭവമൊക്കെ ഉണ്ട്. അയ്യോ എന്ത് അപരാധമാണ് ആ കാണിച്ചു വെച്ചിരിക്കുന്നത്, എന്ത് അപരാധം. അങ്ങനെ ഒരുപാട് സീനുണ്ട്. ഇമോഷണലി ആയിട്ടുള്ള ചില രംഗങ്ങളൊക്കെ ഉണ്ട് ലാലേട്ടൻ്റെ. കണ്ണുനീരിങ്ങനെ ധാരധാരയായിട്ട് ഒഴുകുന്ന ആ ഒരു സമയത്തൊക്കെ ലാലേട്ടൻ്റെ ഒരു പെർഫോമൻസ് എവിടെ പോയി ഇതൊക്കെ. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സിനിമ തന്നെ വേണ്ടായിരുന്നു എന്നുള്ള ഒരു കാട്ടപരാധം തന്നെയായിരുന്നു സിനിമ. കഴിഞ്ഞ ഡിസംബർ ഒന്ന് പുതുക്കി ഈ ഡിസംബർ വന്നപ്പോഴത്തേക്ക്, ഈ ക്രിസ്മസ് വന്നപ്പോഴത്തേക്ക് അതിനെക്കാട്ടിലും ദയനീയമാക്കി കളഞ്ഞു എന്നുള്ളതാണ് ഈ വൃഷഭ എന്നൊരു സിനിമയിലൂടെ നമ്മൾ കണ്ടത്. ഈ സിനിമ കണ്ടിട്ട് അവരുടെ ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ വിലയിരുത്തുന്ന ഞാനും എൻ്റെ അഭിപ്രായം ഇത് തന്നെയായിരുന്നു. ഞാൻ സിനിമയിൽ പറഞ്ഞല്ലേ, ഞാൻ ഇത്രയും അധികം അങ്ങോട്ട് പറഞ്ഞില്ലെങ്കിലും ഒരു മയത്തിനൊക്കെ ആയിരുന്നു ഞാൻ ആ സിനിമയെ കുറിച്ചിട്ട് ഞാൻ പ്രേക്ഷകരിലേക്ക് പങ്കുവച്ചത്. പക്ഷേ ഇത് കണ്ടിട്ട് കുരുപൊട്ടി ഒലിക്കുന്നവന്മാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ആന്റണി പെരുമ്പാവൂരിനോട് പറയുക, ഇനി ഇയാൾ കഥ കേൾക്കാൻ പാടില്ല. ഇനി ലാലേട്ടനാണോ ഇത് കഥ കേൾക്കുന്നതെങ്കിൽ തലച്ചോറുള്ള നല്ല ആൾക്കാരടുത്ത് കൊണ്ടുപോയിട്ട് ഇതിൻ്റെ കഥയൊക്കെ കേട്ടിട്ട് അവരൊന്ന് പറഞ്ഞു കൊടുക്കുക, ഇത് ചെയ്താൽ ഇങ്ങനെ ആയിരിക്കും, ഇത് ചെയ്താൽ ഇങ്ങനെ ആയിരിക്കും എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കി കൊടുക്കുക. കേരളത്തിലെ സിനിമാ പ്രേമികളെ ഇങ്ങനെ വിഡ്ഢികളാക്കല്ലേ. പണത്തിന് വേണ്ടി എന്ത് കൂറ സിനിമയും ചെയ്തു വെച്ചിട്ട് അത് പ്രേക്ഷകരെ അപ്പാടെ അങ്ങോട്ട് വിഴുങ്ങിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേരളത്തിലെ ജനങ്ങൾ, സിനിമ കാണുന്നവർ, അവർ നല്ല വിവേചന ബുദ്ധിയുള്ള ആൾക്കാർ തന്നെ. നല്ലതിനെ നല്ലതായും ചീത്തയായിട്ട് കാണാൻ കഴിവുള്ളവർ തന്നെയാണ് ഫാൻസുകാരും സിനിമാ പ്രേമികളും. അപ്പം നിങ്ങൾ ഈ റിവ്യൂവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. അടുത്തൊരു വീഡിയോ കാണാം.